ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് മൈസൂർ പരിപ്പ്, പയറുപരിപ്പ് അരക്കപ്പ്, രണ്ടും കൂടി വേണം അരക്കപ്പ്, കൂടെ 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചെറുപയർ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനും പിന്നെ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. നല്ല ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. കുതിർന്ന് വന്നിട്ടുള്ള പരിപ്പുകളെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 കപ്പ് ആട്ടമാവ്, 1/2 കപ്പ് റാഗി പൗഡർ, 1/4 കപ്പ് ഓട്സ്, പിന്നെ മണത്തിനും രുചിക്കും വേണ്ടി 1/2 പീസ് തക്കാളി, 1/2 പീസ് സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ചുട്ടെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നെയ്യോ എണ്ണയോ തടവിയ ശേഷം മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിന് മുകളിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു വശം വെന്ത ശേഷം മറുവശം കൂടി തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചട്നിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.